വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് ഈ ഒരു പട്ടം പറത്തുകയും on show. I never realized how popular it was, so it's a very, very good sign. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് ബേപ്പൂർ പുളിമൂട്ടിലുള്ള വാട്ടർ ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്നിപ്പം ഈ ഫെസ്റ്റ് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ ബാക്കി 2 ദിവസത്തെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3ാമത്തെ ഡേ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇതിലും കുറേ റൈഡുകളും കാര്യങ്ങളും പിന്നെ കൈറ്റ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഗായ്സ്, ഇവിടെ 2 ദിവസമായിട്ട് കണ്ടിട്ടുള്ള തിരക്കൊന്നുമല്ല ഇന്നുള്ളത്. ഇന്ന് നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാല് കുത്താനുള്ള സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ക്രൗഡാണ് ഇവിടെ ഇപ്പം കൂടിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള പട്ടങ്ങളും ഇന്നിപ്പോൾ ഇവിടെ അവർ ഫ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ പുതിയതല്ലേ ഈ സംഭവം? ഇതെന്നാലും ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ശരിക്കും കോഴിക്കോട് ബീച്ചിലും കൂടി ഇല്ലാത്ത അത്ര ആൾക്കാർ. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. അല്ലുക്കയും ഫാസിക്കയും അല്ലുട്ടാ അല്ലു അല്ലു ഇയോടാ അല്ലു അല്ലോടാണ്. എന്താ നോക്കണേ? പട്ടാണ് നോക്കണേ. പിന്നെ അതേപോലെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതാ പട്ടൊക്കെ. ബൊമ്മകളുടെ സൈറ്റിൽ കുറേ ഉണ്ട്. ഇപ്പോൾ ഗായ്സ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ 100 കണക്കിന് പട്ടങ്ങൾ ഒരേ സമയം ഉയർത്തുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഗായ്സ് ഇപ്പം ബേപ്പൂർ പുളിമൂട്ടിൽ ഇതേപോലെ ഷെഡ് പോലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, വെയിലൊക്കെ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഷെഡുകൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അല്ലു അതാ പോന്നു, ഫാസിക്കന്റെ ചുമലിലേറി. ഗൈസ്, ഇവിടെ ഓരോരോ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, ഇത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഗേൾസ് ഇതാ ഇതിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടൊക്കെ റൈഡ് ചെയ്യുക, നല്ല അടിപൊളി അയക്കണം എന്തായാലും. അപ്പം അവരിപ്പോൾ ഇതാ അടുപ്പിക്കുകയാണെന്ന് തോന്നുന്നു. കരയിലേക്ക് കയറാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കുട്ടിയാണ് ഗൈസ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാ വേറെയും കുറേ ആളുകൾ
അതേപോലെ പോവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ വാട്ടർ ഫെസ്റ്റിൽ മെയിനായിട്ട് വാട്ടറിലുള്ള സാഹസികതകളാണ് ഇവർ മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ദാ ഈ ഒരു ടൈപ്പാണ് കാണിക്കുന്ന സംഭവം. നമുക്ക് കാണുമ്പോൾ പേടിയാവുമെങ്കിലും അവരതിലുള്ള സ്കില്ലൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. Much for inviting me to this wonderful occasion. I mean, it's amazing to see the crowds, to see all the. I have been teaching kitesurfing for the last 17 years, and very recently we have formed the Kitesurfing Association of India, and we are looking for young people to step on board, come, and we will train them and take them forward to represent the country. It is a very fast-paced sport. It is a young person's sport, and I do hope people from Kerala and definitely from Jaipur will come on board through probably one kite association people who can take this sport forward. Once again, thank you very much. Really, really enjoyed it. Great show. Keep it going and let's have some more of this. All right? Come on, Jaipur, one more time, huh? It is the kite whistle and training both in one area. How do you feel about it? It should be because we are using wind. Wind is our natural energy, whether you're on the water, whether you're on the land, whether you're flying a kite or you're sailing a boat. Wind is the energy. So yes, it's beautiful that you're able to this sport together. Congratulations once again. So we make next year, so this will be incredible tourism calendar, and every year we'll be doing this festival. Thank you for coming. പ്പെടുത്തിയപ്പോൾ പറഞ്ഞതുപോലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് ബീച്ചിലാണ് നടക്കാറുള്ളത്. എല്ലാ വർഷവും കഴിഞ്ഞ 6 വർഷമായി നടന്നു വരുന്നു. വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ക്രൗഡ് ഈ കാര്യത്തിൽ ഇതേപോലെ തന്നെ ആളുകളുടെ പങ്കാളിത്തം ആ ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ട്. അതിനെ അതിശയിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിവർ ഫെസ്റ്റിന് ബേപ്പൂരിൽ നടക്കുന്ന റിവർ ഫെസ്റ്റിന് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്നു. മാത്രമല്ല അതിനെ ഏറ്റവും ആകർഷകമാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ സംഘാടകരെ ഇതിന്റെ മൊത്തത്തിലുള്ള റിവർ ഫെസ്റ്റിന്റെ തന്നെ വാനിൽ ആകാശ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് ഈ ഒരു പട്ടം പറത്തുകയും വൺ ഇന്ത്യ കൈറ്റ് ടീമിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന കഥകളിപ്പട്ടം ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ബേപ്പൂരിന്റെ കടൽ തീരത്ത് ഉയരുകയാണ്. ബേപ്പൂരിന്റെ തീരത്ത് 2 ദിവസങ്ങളിലായി വർണ്ണ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന കേരള സ്റ്റേറ്റ് കൈറ്റ് ചാമ്പ്യൻഷിപ്പും 12ലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് വിദഗ്ധരായ പട്ടം പറത്തലുകാർ പങ്കെടുക്കുന്ന ദേശീയ കൈറ്റ് ചാമ്പ്യൻഷിപ്പും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 5 തരത്തിലുള്ള വിവിധ പട്ടങ്ങൾ, സ്പ്രിംഗ് കൈറ്റുകൾ, സോസർ കൈറ്റുകൾ, പവർ കൈറ്റുകൾ, ട്രഡീഷണൽ ട്രെയിൻ കൈറ്റുകൾ മൈതാനത്തിൽ ഇപ്പോൾ ആകാശത്ത് ഏറ്റവും അങ്ങ് അകലത്തേക്ക് നമ്മുടെ കണ്ണുകളെ കാണിക്കുന്ന പുതുവർഷത്തിന്റെ ആശംസകൾ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ ട്രെയിൻ കൈറ്റ് 250ലധികം കുഞ്ഞു പട്ടങ്ങൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന 400 മീറ്ററോളം നീളമുള്ള ഒരു ട്രെയിൻ കൈറ്റാണ് ഇപ്പോൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ വരെ നീളത്തിലുള്ള ട്രെയിൻ കൈറ്റുകൾ ധാരാളം കഥകളിപ്പട്ടം ഉയർന്നു പൊങ്ങുകയാണ്. കഥകളിപ്പട്ടം ഉയർന്നു പൊങ്ങുകയാണ്. ലോക പട്ടം പറത്തൽ മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി സമ്മാനം നേടിക്കൊടുത്ത 120 അടി വലിപ്പമുള്ള കഥകളിപ്പട്ടം ഇതാ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് കണ്ണച്ചിപ്പിക്കുന്ന ദൃശ്യചാരുത ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൊണ്ട് വൺ ഇന്ത്യ കൈറ്റ് ടീം ഒരുക്കിയ കൈറ്റ് ഫെസ്റ്റിവലിൽ ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാറി പറന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത പട്ടം, കഥകളിപ്പട്ടം. 120 അടി വലിപ്പമുള്ള കഥകളിപ്പട്ടം ഇന്ത്യക്ക് ആദ്യമായി സമ്മാനം നേടിക്കൊടുത്ത ലോക പട്ടപ്പറത്തൽ മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി സമ്മാനം നേടിക്കൊടുത്ത 120 അടി വലിപ്പമുള്ള കഥകളിപ്പട്ടം. പ്ലീസ് എല്ലാവരും നിറഞ്ഞ കൈകടി പ്ലീസ്. കം ഓൺ ബേപ്പൂർ. വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ, കേരള കൈറ്റ് ടീം പ്രസിഡന്റ് അബ്ദുൽ നാസറുവൊക്കെ, സാഗർദാസ്, ഫായിസ്, ഹംറാസ്, രാജേന്ദ്രൻ, ഹംനാസ്, മൻഷൂഖ്. ഇവിടെ ഒരു ലേഡീന്റെ ഫേസ് ഒരു കന്യകയുടെ ഒക്കെ പോലെയുള്ളൊരു ഇതിവിടെ പട്ടം ഇവിടെ പറക്കുന്നുണ്ട്.
ഫ്ലോപ്പ് ആയിപ്പോയി ഗൈസ്, അത് മറ്റതിൻ്റെ കൂടെ കൂടിയിട്ട്.
ഏത് വട്ടം? ഏത് വട്ടം? ഏത് വേറെ? സ്പൈഡർമാന്റെ വട്ടല്ലോ വേണ്ടി. വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കൂലല്ലോ അല്ലേ?